രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർധനവ് തൽക്കാലം ആലോചിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ. സൗദിയിലെ യൻബുവിൽ നിന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ക്രൂഡ് കാർഗോ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നന്ദൻ, നിലവിൽ യാതൊരു പ്രതിസന്ധിയുമില്ല, ഈ വില വർധനയെക്കുറിച്ച് പോലും ആലോചിക്കുന്നില്ല. നമുക്കറിയാം, ഒട്ടുമിക്ക ആളുകളുടെയും ഒരു ആശങ്ക ഈ പശ്ചിമേഷ്യ അശാന്തമായി തുടരുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അക്കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട എന്ന് തന്നെയല്ലേ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്? രക്ഷി അന്താരാഷ്ട്ര വിപണിയിൽ ഈ അസംസ്കൃത എണ്ണവില അതിൽ ചാഞ്ചാട്ടമുണ്ടെങ്കിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില തൽക്കാലം വർദ്ധിപ്പിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും ഭാരതത്തിന്റെ കൈവശമുള്ള ഇന്ധന ശേഖരം സുരക്ഷിതമാണ് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇന്ധന സ്റ്റോക്ക് തൃപ്തികരമായ നിലയിൽ ആണ് എന്നുള്ളത് സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നും ഈ ദ്രവീകൃത പ്രകൃതി വാതകം വാങ്ങുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ ഫെബ്രുവരി മാസത്തിൽ റഷ്യയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 20% വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായിട്ട് റഷ്യ തുടരുന്നു എന്നുള്ളതും സർക്കാർ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, സൗദി അറേബ്യയിലെ യൻബു തുറമുഖത്ത് നിന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഈ ക്രൂഡ് കാർഗോ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ഈ ചെങ്കടൽ തീരത്തെ യൻബു തുറമുഖം വഴി എണ്ണ എത്തിക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ സൂചിപ്പിക്കുന്നത്. ദേശീയ താല്പര്യം മാത്രമാണ് സർക്കാർ നോക്കുന്നത്. ജനങ്ങളുടെ താല്പര്യവും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയുമാണ് സർക്കാരിന്റെ ഏക മാനദണ്ഡമെന്നുമാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ശരി നന്ദൻ.